അസ്സലാമലൈക്കും. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് വന്നിട്ടുണ്ടൊക്കെ ഒട്ടുമിക്ക റെസിപ്പീസിലും ക്രീം ചീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ക്രീം ചീസ് അത്രയും അവൈലബിൾ അല്ല, കൂടാണ്ട് ഭയങ്കര എക്സ്പെൻസീവ് റേഞ്ചിലുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് 1 കപ്പ് പാല് വെച്ചിട്ടുള്ള ക്രീം ചീസാണ്. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോർ ബോട്ടിൽഡ് ഉണ്ട്. അപ്പം ഈ ക്രീം ചീസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം. അപ്പം എനിക്ക് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വരുന്ന അത്ര ഇതാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പം നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് വേണം നമ്മൾ എടുക്കാൻ. കുഴപ്പമെടുത്ത പാലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാല് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയല്ലേ പനീർ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രീം ചീസ് പനീറിൻ്റെ അതേ പ്രൊസീജിയറിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ല, ആസ് യൂഷ്വൽ നമ്മുടെ പാൽ ഇങ്ങനെ പിരിഞ്ഞ് വരും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൈലൻ്റെ ഷോളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം സാധാരണ നൈലൻ്റെ ഷോളാകുമ്പോൾ നന്നായിട്ട് വരും. ഇല്ലെങ്കിൽ ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ആ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കണം. നല്ല ചൂടായിരിക്കും, കൈ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് മൊത്തത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സിങ്കിൻ്റെ അടിയിൽ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്, പൈപ്പിലോട്ടേക്ക് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട് വെള്ളം, ഇതൊരിക്കലും കളയരുത്. ഇത് നമുക്ക് ഒരുപാട് റെസിപ്പീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇത് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പം കണ്ട പനീറിൻ്റെ രൂപമായിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ പനീർ. ഇനി നമുക്ക് ഇതിനൊന്ന് ക്രംബിൾ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചട്നി ഗ്രൈൻഡറിൽ ഇതിനെ ക്രംബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത്. കുറച്ച് ഒരു ഇത്തിരി പിഞ്ച് ഓഫ് സോൾട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെയാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്ന പ്രൊസീജിയർ. അപ്പോൾ പനീറിൽ നിന്ന് ക്രീമിലേക്കുള്ള യാത്രയാണിത്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള ക്രീം വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, അതാ നോക്ക്, ആ വരയുമ്പം നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണൊക്കെ ഒന്ന് കേടോ വെള്ളമോ ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഞാനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ചീസാണ് റെഡി ആയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ എളുപ്പത്തിൽ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള നമ്മുടെ ഈ ക്രീം ചീസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.